ഇങ്ങോട്ട് പ്രവേശനം തന്നെ ഇല്ലാത്ത രൂപത്തിലായിരുന്നു അറിയാം. അല്ലോ നമ്മളെ പഴയ ചാണകുഴി നോക്കിയാ വെള്ളം നിറഞ്ഞിട്ട്. ആ ചെറിയൊരു കുളനാക്കം വേണേ കുളിക്കാലോ. അമ്പോ മഴ അങ്ങോട്ട് തകൃതി ഹെവി ആയിട്ട് മഴ ഉണ്ട് കേട്ടോ. മക്കളെ കോടിറങ്ങി നോക്കിയാണ് നിങ്ങൾ എന്താ മൂട് നോക്കി ഒന്നും പറയാല്ലോ കേട്ടോ. എങ്ങനെയുണ്ട് പറമ്പിലൂടെ വെള്ളച്ചാട്ടം, ആനകൾ ഇങ്ങനെ നടക്കുക, വെള്ളച്ചാട്ടം. ഏതാ വൈബ്. നമ്മളെ അസീസ് ഖാന്റെ പ്രോപ്പർട്ടീൻ്റെ അവിടേക്ക് പോകാട്ടോ. വെറുതെ നല്ല ഹെവി വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്താണ് അവസ്ഥ, നമ്മളെ മലകളെ അവസ്ഥ, നമ്മളെ ഏർമാടത്തിൻ്റെ അവസ്ഥ, അതൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് മെല്ലെ പോകാട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരുമില്ല, ഞാനും നമ്മളെ ഫ്രണ്ട് നവാസ് മാത്രമേ ഉള്ളൂ. വേറെ മൂടാ. ഇതെപ്പോഴും കക്കാടംപള്ളിയേക്കാളായിട്ടുള്ള സ്ഥലമായിട്ട് ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. അത് നമ്മൾ സാധാരണ പോകുന്ന പന്നിയാമല റൂട്ടിനല്ല കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ സാധാരണ മറ്റേ റൂട്ടിനാണ് പോലെ. ഇന്ന് നമ്മൾ റൂട്ട് മാറ്റി പിടിച്ച് നമ്മളെ അമ്പലം വൈക്ക് നമ്മളെ കാടിനുള്ളിലൂടെ കയറി പോകാൻ വിചാരിച്ചു. കാടിൻ്റെ ഉള്ളിലെ വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ കൂടി നമ്മൾ കാട്ടിലൂടെയാണ് പോകുന്നത്. ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുണ്ട് കാര്യം, പോയാൽ രണ്ടുണ്ട് കാര്യമല്ലേ. മറ്റേ ഭാഗത്തും ചെയ്യല്ലോ, അതിന് ഭാഗത്ത് കാടും അറിയില്ലായിരുന്നു. കാടാന അറിയില്ല. അങ്ങനെ കയറിയിട്ട് വെറുതെ ജസ്റ്റ് നമ്മളെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്ന റിസോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായതിനാലാണ് ആ വർക്കൊക്കെ എടുത്തിട്ടോ. മൊത്തം വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ വെറുതെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാണ്. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? ഏതാ ക്ലൈമറ്റ് അറിയാം. എല്ലാ സ്ഥലത്തു കൂടിയും വെള്ളം അതിശക്തമായി ചാടുന്നുണ്ട്. മലക്ക് പെയ്യാന്ന് കേട്ടില്ലേ, അത് ഇവിടെയാണ് ആ വെള്ളം വരുന്നത്. ആ ശബ്ദം കേട്ടില്ല നിങ്ങൾ? ചെറിയൊരു നീർച്ചാലിനൊക്കെ അതിൻ്റെയൊക്കെ ശബ്ദം കേട്ടോ നിങ്ങൾ? വെള്ളത്തിൻ്റെ ഒക്കെ ഒരമ്പൽ അവിടെ വെള്ളം ചാടുന്നുണ്ട്. അവിടെ ഇതിൽ കാണൂല കണ്ടോ, ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. ഞാടെ അല്ല ആന ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓപ്പൺ പ്ലേസിൽ നമുക്ക് ആന കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ കാട്ടിലോ നടന്നു പോകുന്ന വഴികളിലൊന്നും നമുക്ക് ആന കാണാൻ കഴിയില്ല. കാരണം നമ്മളെ സ്മെല്ലും കാര്യങ്ങളും കിട്ടി ആന സ്കിപ്പാവും. ഇവിടെ ആണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ആന കിട്ടല്. ഇവിടെ ആകുമ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ആ ഓപ്പൺ പ്ലേസ് എന്ന് പറയാൻ ആന കിട്ടില്ല. ഞങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു വ്ളോഗ് തന്നെ ചെയ്തിന്. ആന കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വന്ന് ആന 1 മണിക്കൂർ നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് കാത്തുനിന്ന് ആന കണ്ടി. അവിടെ കൊണ്ടുപോയി കാണിച്ചത് നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അതെ അങ്ങനെയുണ്ട്. ഇത് നമ്മളെ മക്കളെ നമ്മൾ കാട് കടന്ന് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിട്ടോ. കാട് കടന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ കാടൊന്നും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആന സൈസാക്കിയാണ് അമ്പലത്തിൻ്റെ തോക്ക് പാടം കേരള ലോക്കാണ്. അതൊക്കെ പോയിട്ടോ ആന പൊട്ടിച്ച്. ആന ഇറങ്ങിയാണ് കാരണം ഇന്നോ ഇന്നലെയൊക്കെ ആന ഇറങ്ങിയാണ് നിങ്ങൾ കാടിൻ്റെ ഉള്ളിൽ. ആശാനെ കാട്ടിക്കുട്ടി വേറെ ഇറക്കി പ്രീതറിഞ്ഞു പോന്ന. ഇത് ഇന്നത്തെ ആണല്ലോ കുട്ടിയെ. ഇത് ഇന്നത്തെ ആളാ ഉണ്ടോ? ഫ്രഷാണ്. താഴത്തെ ചിലപ്പോൾ കിട്ടും. ഓ ഏതാല്ലേ നമ്മളെ ഏർമാടം എന്താ സ്ഥിതി? ഏർമാടത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ അതിന് ശേഷം ഇങ്ങോട്ട് കയറിയില്ലല്ലോ. ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച അല്ല അതിന് മുമ്പത്തെ ഞായറാഴ്ച നമ്മളിവിടെ വന്ന് വീഡിയോ എടുത്ത് വ്ളോഗ് ഇട്ട് കേട്ടോ. നമുക്ക് ഏർമാടത്തിൻ്റെ വർക്ക് ഉണ്ട്. അതിന് ബാക്കി അവിടെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. എന്താല്ലേ എന്താ അതിൻ്റെ ഒരു രസം അറിയാം.
നമ്മൾ ഏർമാടം നോക്കി സെറ്റല്ലേ. നവാസിനൊന്ന് ഏർമാടം കാണിക്കാം. ഏർമാടം കാണിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതെടുക്കണം, എന്ത് കോണി എടുക്കണം. കോണി എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വീട് തുറന്ന് കയറണം. അവിടെ എന്താ മരമൊക്കെ വീണെടുക്കുന്നത്? വെട്ടിയതാ, ഒടിഞ്ഞാലേ കാറ്റിന്. ഓ മരം പൊട്ടി വീണതിൻ്റെ ഇടയിൽ ഇതൊക്കെ ബുഷ് വെച്ചിന്. ഓ നല്ല ദമ്മിൽ തന്നെ പൊട്ടിന് കേട്ടോ. എന്നിട്ട് പ്രവേശനം തന്നെ അല്ല. ഇങ്ങോട്ട് പ്രവേശനം തന്നെ ഇല്ലാത്ത രൂപത്തിലായിരുന്നു അറിയാം. അല്ലോ നമ്മളെ പഴയ ചാണകുഴി നോക്കിയാ വെള്ളം നിറഞ്ഞിട്ട്. ആ ചെറിയൊരു കുളനാക്കമാണെ കുളിക്കാലോ. അമ്പോ മഴ അങ്ങോട്ട് തകൃതി ഹെവിയായിട്ട് മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് സ്വർഗ്ഗക്കുന്നിൽ ഇങ്ങോട്ട് എല്ലായിടത്തും പോരാൻ ഡേഞ്ചർ തന്നെയാണ്, മലയാണ്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തതാണ് പിന്നെ നമുക്കൊരു സേഫ് ധൈര്യം. ഓ മാഗണിയാണ് പൊട്ടി വീണെടുക്കുന്നത്. നമ്മളെ ഏർമാടുള്ള മരം വികാഞ്ഞ ഭാഗ്യം. കണ്ടോ എങ്ങനെയുണ്ട്, സെറ്റല്ലേ. ആ പാറമെന്ന് വയ്ക്കുന്ന വെള്ളച്ചാട്ടം കണ്ടോ. ഞങ്ങൾ കാര്യമായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ എന്താ നോക്കാൻ വേണ്ടിയിട്ട് വന്നട്ടോ. നമ്മളാ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ വീണേ, നമ്മളാ താഴെ ഭാഗത്തുള്ളേ, അവിടെ ഉണ്ടോ ഞങ്ങളൊരു വേറെ വെള്ളച്ചാട്ടം, ഇത്രയും കാലം കാണാത്തൊരു വെള്ളച്ചാട്ടം. അവിടെ പോയി നോക്കണോ? അതവിടെ എന്നാൽ അവിടെ പോയി നോക്കാം. അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അയ്യോ ഉണ്ട്, അടിപൊളിയല്ല. മാംഗോസിനൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. മാംഗോസൊന്നും ഇല്ല. ഏർമാട അവിടെ അത് നമ്മൾ കാണൂല, അത് വേറൊരു തലത്തിലാണ് കേട്ടോ. മാംഗോസൊന്നും ഒറ്റന്നില്ല, കഴിഞ്ഞു. നല്ല മഴ ചെയ്തിട്ടോ, മഴ പാറ്റി. ഇനിയിപ്പോൾ ഫുള്ള് കോടയായിരിക്കും, ഒന്നും കാണൂല. ഇപ്പോൾ ആ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണണമെങ്കിലേ ഇവലൊന്നും നന്നാക്കി ഇട്ടിട്ടുമില്ല. എങ്ങനെ ഇതിലെ പോവാം? ഇവിടെ എങ്ങനെ പോയി അങ്ങോട്ട് ചാടണം? ആ മുള്ളാണ്, അതാണ്. പേരൊക്കെ അരച്ചുകൊണ്ടിരിക്കുക. ഇനി കോട ഫുള്ള് ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ വിട്ടാലോ, വെള്ളച്ചാട്ടത്ത് വിട്ടാലോ? അതിലെങ്ങനെയാണ് കയറിയാണ്ട് ആയിക്കോട്ടെ ഇറങ്ങിയേ. ഇതിലെങ്ങനെയാണ് കയറി ആയിക്കോട്ടെ ഇറങ്ങിയാലോ? അല്ലാതെ ഇപ്പം ഈ കാട്ടിൽ കൂടെ നടക്കില്ല. മുള്ളാണ് ഫുള്ള്. അവിടെ ഫ്രഷ് വാട്ടർ ഉണ്ടോ? അവിടെ നിർത്താം. ഈ പറമ്പ് എങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെ ഏകദേശം ഉടക്കി പാറമ്മ കൂടെ അങ്ങനെ ഇറങ്ങും. അങ്ങനെ ഫെൻസിങ് ഉണ്ട് കേട്ടോ. അതിൽ മൊത്തം ഫെൻസിങ് ആണ്. ഇതിൽ ഞാൻ കയറ്റിറക്കം ആദ്യം ഭയങ്കരമായിട്ട് കയറ്റിറക്കം കൊണ്ടാണ്. പിന്നെ ഇവിടെ ഫെൻസിങ് എത്രാമത്തെ വട്ടമായി ഫെൻസിങ് കിട്ടുന്നറിയോ? അസാക്കൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് തന്നെ 5-8 കൊല്ലമായിട്ട് ഇയാൾ ഇങ്ങനെ മൂപ്പര് ഫെൻസിങ് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഫുൾ മഴ കേട്ടോ. മഴത്ത് വീഡിയോ എടുക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അല്ല ഫെൻസിങ് കൂടെ നടക്കാനുള്ള വെള്ളത്തിൽ. ഫെൻസിങ് വെള്ളത്തിൽ ടച്ച് ഉണ്ടോ? വെള്ളത്തിൽ ടച്ച് ഉണ്ടോ ചോദിക്കാം. അവിടെ ഒന്നും ടച്ചില്ലല്ലോ. വെള്ളം നോക്കിയേ, ഇവിടെ തന്നെ നല്ല വെള്ളം. ഉറപ്പല്ലേ? അല്ല ടച്ചില്ല.
അപ്പുറത്ത് ചാടണമെങ്കിൽ ചാടാം, ചാടണമെങ്കിൽ ചാടണം. ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കില്ലേ ഫെൻസിങ്ങിൻ്റെ? വെള്ളം നോക്കിയാൽ ഭയങ്കര ഫോഴ്സായിട്ട് കളിക്കുന്നത്. എല്ലാ മലയിലും നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അതുകൊണ്ടാണ് നാട്ടിൽ ഇമ്മാതിരി വെള്ളപ്പൊക്കട്ടോ. ഇതൊന്നല്ല, ഇതിൻ്റെ അപ്പുറം ഭാഗമാണ് ശരിക്ക് കാണി പെരും വെള്ളം കുത്തി വെച്ചത്. ഇത് മേലുള്ള ടോപ്പിലായതുകൊണ്ട് മാത്രമാണ് ഇത്ര വെള്ളമുള്ളത്. ഇതിൻ്റെ അപ്പുറം ഭാഗം ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക്, പോകുമ്പോൾ കാണാൻ കഴിയുകയാണെങ്കിൽ. ഇരുട്ടാവും നമ്മൾ നടക്കുമ്പോൾ. നിങ്ങളാ വേറെ വെള്ളച്ചാട്ടം കാണിച്ചു തരാനാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. പക്ഷേ വെള്ളച്ചാട്ടം എവിടെ? ഉമ്മയായിട്ട് വീഡിയോ ഓഫാക്കി ചെയ്തതാണ് വെള്ളച്ചാട്ടത്തിൽ. ഈ പാറമന്ന് 2-3 സ്ഥലത്ത് നല്ല വെള്ളം വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഒരു നിവർത്തിയില്ല അങ്ങോട്ട് പോകാൻ. കുറച്ചിൻ്റെ ഉള്ളിൽ കയറണം. അത് കുറച്ചിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആകെ കൽപ്പിൽത്താണ്. നിറയെ ചക്കുണ്ട്. ഓ കയറുന്നുണ്ടെ കോണി വേണേ മോൾക്ക്. എനിക്ക് ക്ലൈമറ്റ് പെരുമായതിട്ട് ഈ 2 മണി 5 മണി 5:30 ആയിട്ടുള്ളൂ കേട്ടോ. ഏത് ഇട്ടായിരുന്നു. നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കാനും കഴിയില്ല. ആനൻ്റെ സീനിലാണ്ട് നമ്മൾ തന്നെ അറിഞ്ഞോണ്ട് നിൽക്കരുതല്ലോ. ഇപ്പോൾ കുറച്ച് നമുക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കുറേ ആയിട്ട് ഗ്യാപ്പ് കിട്ടോ വീഡിയോക്കൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. അതാ പറഞ്ഞത്, മാക്സിമം ഷെയറായി യൂട്യൂബ് ചാനൽ കുറച്ചൊന്ന് ഡെവലപ്പ് ആകണമെന്നുണ്ട്. നമുക്ക് ജോലിക്ക് പോകണ പൈസ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തന്നെ പൂർണ്ണമായിട്ട് നിൽക്കാം. അതുകൊണ്ടാണ് പറയുക, എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കും. ഇമാതിരി 2 മരത്തുമ്പോൾ മാത്രമേ ഇനി മാംഗോസ് ബാക്കിയുള്ളൂ. അതിനായിട്ടുമില്ല. ഇതൊക്കെ എന്നാകുമെന്നറിയില്ല. അങ്ങനെ ഇതിന് കുറേ കാലമായി ഉണ്ടായിട്ട്. ഇതെന്താണ് അറിയില്ല. എന്താ മുമ്പ് നിങ്ങൾ മുന്നിൽ കുടിച്ചോ? ബാക്കാൻ പിടിച്ചോ? മുന്നിൽ കുടിച്ചോളാം. ആ ഇതുണ്ടല്ലേ, ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒഴിവാക്കി പറഞ്ഞല്ലേ? ആ ഉണ്ട്. അമ്മാതിരി മഴയല്ല 2-3 പ്രാവശ്യം പെയ്ത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ നോക്കാൻ വേണ്ടി കയറിയിനി. ചീറ്റൽ മാത്രമേ കയറുള്ളൂ, അല്ലാതെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കൊള്ളൂല. അത് നമ്മൾ സേഫ് ആക്കിയിട്ട് പോയിന്. ചീറ്റലടിക്കും. നല്ല വലുപ്പമാണ്. എന്താലേ ഇവിടെ എത്തിയ വേറൊരു മൂടാട്ടോ. എന്തെങ്കിലും പൂവ് ഇത് രസല്ലേ.
ഏതാ വേമ്പലല്ല, വേമ്പലിന് ഞാൻ കൂടുതൽ കാണുന്ന സ്വർഗത്തിൽ തന്നെ. അവിടെ വേമ്പലിനൊരു പഞ്ഞുമില്ല. അങ്ങനെ ആ മരത്തുമ്മൽ അപ്പുറത്തെ മരത്തുമ്മലൊക്കെ കോയി വേമ്പൽ അങ്ങനെ വന്നിരിക്കും. മഴ നല്ല ഹെവി മഴ ആയിട്ടോ. മഴ പെയ്ത് വെച്ചിട്ട് ഇതിനൊന്നും സംഭവിക്കാറില്ല. മഴ അടിക്ക് കൊള്ളുകയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഹെവി കാറ്റടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ മഴ എത്തുള്ളൂ. ചീറ്റൽ ആകെ കോട ഇറങ്ങിട്ടോ, മൊത്തം കോടായി. നല്ല രസമുണ്ട്. അങ്ങ് ആ ഭാഗത്തേക്കാണ് ഫുൾ കോട. നമ്മൾ ആ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോഴേ നല്ല വിഷ്വൽ കിട്ടും. അതായത് ജോസഫിൻ്റെയും ഒക്കെ വീടിൻ്റെ അവിടെയൊക്കെ ഫുള്ള് മൂടി. അടിപൊളിയല്ലേ? നല്ല ഇറങ്ങുക. പെരുമഴ തന്നെ, മഴ ചോരും തോന്നില്ല. ഇതാ വീണ്ടും ഇരുട്ടാണ്ട്, അതിന് മുമ്പ് പോവാം. തിരിച്ചു പോവാണ്. നല്ല ഏറുമാടത്തിലൊക്കെ കയറി ഏറുമാടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു. എല്ലാം സേഫാണ്. പെരുമഴ കേട്ടോ. ഇത് ആഗസ്റ്റ് 2-ാം തീയതിയാണ്. അപ്പോൾ നാട്ടിലുള്ള മഴൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്നലെ എക്സ്ട്രീം ലെവലിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ ഏറുമാടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം ഒരുപാട് മരങ്ങളൊക്കെ വീണെടുക്കുന്നുണ്ട്. നാട്ടിലായാലും നമ്മൾ വരുന്ന വയ്ക്കാലും കുറേ കണ്ടു. ഇവിടെ നമ്മളുണ്ടല്ലോ ആസ്വദിക്കേണ്ട. ആ മുന്നിലുള്ള ആ മാഗണി മരം വീണ് പകുതി കഷ്ണം പൊട്ടിയത് വീണതാണ്. അപ്പോൾ എമ്മാതിരി കാറ്റായിരിക്കും. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലും കൂടി നമ്മളൊന്ന് പോയി നോക്കാം. ആ വെള്ളച്ചാട്ടം വേറെ മൂടായിരിക്കും. നമുക്കതൊന്ന് പോയി കാണണ്ടേ? അത് കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങാം കേട്ടോ. ഓക്കെ, ബാ. ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു, തെറിക്കുന്നു. ഓക്കെ, മാംഗോസിനൊക്കെ ഫുള്ള് കഴിഞ്ഞുകൊണ്ട് കൈമക്ക് തിരിയില്ല. എവിടെ കാണാമല്ലോ എത്തുന്നു. പിന്നെ ഉള്ളിലൂടെയൊക്കെ സൂക്ഷ്മദർശിനിയായിട്ട് നോക്കണം. അതിനിപ്പോൾ പറ്റിയൊരു മൂഡിലല്ല. നല്ല നല്ല ചീഞ്ഞ മഴയാണ്. എന്താ മഴ പിന്നെയും പെയ്ത്. മഴ ചോറും നമ്മൾ വിചാരിക്കും, പക്ഷെ ചോരില്ല. പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അടുത്ത ഉരുളുവട്ടലിനുള്ള വകുപ്പുണ്ടാവുമല്ലോ നവാസേ. അപ്പം അതിലെ പോകണ സേഫാണോ? എവിടെ മുത്തന്മാരെ അതിലെ പോകണ സേഫാണോ ചോദിക്കാം? സുഖമാണ്, പക്ഷെ സേഫല്ല. സേഫല്ല അറിയാം. അതാണ് ശരിക്കും ഏറ്റവും കുത്തനുള്ള സ്ഥലങ്ങൾ. അതാണ്. അല്ല, ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഉണ്ടോ? വീണൊക്കെ നോക്കി. എത്ര 2-3 കൊമ്പ് കിട്ടിയില്ലേ? കണ്ടങ്ങൾ ഫുൾ കോടായി. ഫുൾ കോട പറഞ്ഞാൽ ഹെവി കോട മറിഞ്ഞ്. എങ്ങനെയുണ്ട്? പൊളി മൂടല്ലേ? യാത്ര ഇരിക്കും. ഇവിടുന്ന് നിങ്ങൾ വിട വാങ്ങാം കേട്ടോ. ഇവിടുന്ന് നല്ല പോട്ടെ. വെള്ളം കണ്ടിട്ടാ. ഇത് ശരിക്കും നന്നാക്കിയ ചെറിയൊരു കുളാക്കല്ലേ. പഴയ തൊഴുത്താണ്. ബയോഗ്യാസ് പ്ലാന്റ് എന്തൊക്കെയാ ഇവിടെ ഉള്ളത് അറിയാം. ഈ കോട ഇറങ്ങി. മഴക്കാലം കണ്ട അറിയാണ്ട്. മഴ നിൽക്കില്ല, അതാണ്. ഈ വെള്ളച്ചാട്ടം കാണിച്ചാൽ നമുക്ക് അതേ നടക്കുള്ളൂ. അത് നോക്കിയാ ഹെവി ക്ലൈമറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ അതിൻ്റെ ഒരു ഭംഗി അറിയാം. ഓ, അല്ലെങ്കിൽ നമ്മൾ പോകാൻ നേരത്തെ എന്നും നമുക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഒന്ന് നശിപ്പിക്കല. എന്നാ പോവാ. ആ വെള്ളച്ചാട്ടം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വാങ്ങാം.
മഞ്ഞൾ പോലെ വരുന്ന കുറച്ചുകൊണ്ട് വന്നിട്ട് എന്നാ വണ്ടി എടുത്തുവാ. ഞങ്ങളുടെ ഫെൻസിങ് കഴിഞ്ഞിട്ട് നോക്കാം. എന്താ രസാറേ, ഒന്നും പറയല്ല. എനിക്ക് ആ ഫെൻസിങ്ങൊക്കെ കാട്ടിച്ച് ചുറ്റി വരണം ശരിക്കും. വെള്ളച്ചാട്ടം കാണാൻ പോകും. അത് ബൈക്ക് എടുത്തല്ലേ. നല്ല തണുപ്പാട്ടോ, ഹെവി തണുപ്പാണ്. ശരിക്കൂടെ നിൽക്കണ്ടേനി. ആന ഇറങ്ങിയത് തന്നെയാണത്. ചവിട്ടി മറിച്ചിട്ടുണ്ട്. അതൊക്കെ ഫുൾ ചവിട്ടി മറിച്ചിട്ട് അതാണ് തന്നെ. നോക്കിയാ ഫെൻസിങ്ങൊക്കെ ചവിട്ടി മറിച്ചിട്ട്. എന്താ ഭംഗിയില്ലേ. ഞാൻ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നിടത്ത് മൊത്തം കോട മൂടിയിട്ട് ഒന്നും കാണാത്ത ലെവലിലായിക്കട്ടെ. നമ്മളെ ശുദ്ധജലതാ, നമ്മൾ വെള്ളം എടുക്കണ, കുടിക്കാൻ വെള്ളം എടുക്കുന്ന സ്ഥലം. ഇതിൻ്റെ മുകളിലാട്ടോ കടുവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിൽ നല്ലൊരു വലിയ പാറയായി, വലിയ വ്യൂ പോയിൻ്റൊക്കെ ആയിട്ടുള്ള നമ്മൾ കുറേ പോയ സ്ഥലമാണ്. വീടിന സ്ഥലമാണ്, ഒന്നും പറയല്ല. ക്ലൈമറ്റ് നോക്കിയാൽ ഇവിടെയാണ് നമ്മളെ ടൈഗറിൻ്റെ മാർക്കിങ് കാണുന്നത്. ചെറുത്തെറി ഉണ്ട്. വേറെ മൂടില്ലേ. പൊടിയല്ലേ. നമ്മളെ താഴത്ത് നമ്മൾ വരുന്ന വരവില്ല നമ്മളെ ഫോറസ്റ്റിലുള്ള സോബിനെ കണ്ടു. ഞാൻ പോകുമ്പോൾ പറഞ്ഞു ആന നിലക്ക് ഇറങ്ങിയത്. അപ്പോൾ അതന്നെയാണ് ആ ഫെൻസിങ്ങൊക്കെ തള്ളിയിട്ട് കേട്ടോ. ആസുത വരുന്നത് ഫുൾ കോടയിൽ. നടത്തം നല്ലോണ്ട്. പുല്ലൊക്കെ ഉണ്ട്. നല്ല ആന ഇറങ്ങുന്നുണ്ട് കേട്ടോ സംഭവം. വെള്ളച്ചാട്ടം കാണണ്ടേ, പക്ഷെ നല്ല വഴിക്കലാണ് ഇവിടെ. ഈ പാറ താഴത്താണ് ഭയങ്കര സീൻ. നോക്കിയേ, ഒന്നും കാണൂല കേട്ടോ. അത്യാവശ്യം ലെവലിലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ഫോഴ്സിൽ ചാടണുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം ഇന്ന് വെള്ളം നല്ല ഫോഴ്സിലെല്ലാവരും ഉണ്ടല്ലോ. ഇവിടെ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം ചാടണം. ആന നല്ല ഇറക്കണ്ടല്ലോ. ഇവിടെയൊക്കെ നോക്കി ആന തിന്നിട്ട് പോയത്. ഒക്കെ ഇന്നത്താട്ടോ, ഇന്നലത്തെ അല്ല, ഒക്കെ ഇന്നത്താ. ഫ്രഷാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണണമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങി കേട്ടോ നാട്ടിൽ നിന്ന്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് എത്രയെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ മഴക്കാലത്ത്. സാധാരണ ഹെവി മഴയുള്ള സമയത്ത് നമ്മളിങ്ങോട്ട് കയറിയില്ല. പക്ഷെ ഇന്നലെ കയറിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്താണ് ഇതിൻ്റെ ഹൈപ്പ് എന്നുള്ളതാണ്. ഇനി ഇന്നലെ പിന്നെ പെരേന്ന് ആരും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല, അമ്മാതിരി മഴയിനി. വീട്ടിൽ നിന്നൊക്കെ നാട്ടിൽ തന്നെ അതിനെ അവസ്ഥ. പിന്നെ മലക്ക് എങ്ങനെ കയറും?
വെളുക്കി പോകും മിക്കവാറും. ഞാൻ ഇറങ്ങണം. എന്താ അവസ്ഥ? പാടൊക്കെ പെരുമ്പൊഴിക്കല് ടാസ്കുകളൊരു പൂരപ്പറമ്പ് തന്നെയാണല്ലോ. വെള്ളദാസ് കിടിലൻ വെള്ളം, കിടിലോസ്കി വെള്ളം. നോക്കിയേ, ഇതൊന്നും കണ്ട് ആരും കണ്ട് പാഞ്ഞ് കയറാൻ നിൽക്കണ്ട കേട്ടോ. അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതും ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ വേണം കയറി വരാൻ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആരും കയറി വണ്ടി പാഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. അങ്ങനെയുണ്ട് സ്ഥലം പുള്ളിയല്ലേ. ഇതിൻ്റെ അപ്പുറത്ത് കിടന്നിട്ടാണ് ഇത് നല്ലൊരു കാഴ്ച. ഓക്കെ, ഇത് നമ്മളെ ജോസഫിൻ്റെ ഒക്കെ പറമ്പാട്ടോ. ഇതിൻ്റെ അപ്പുറം ഭാഗം മാത്രമേ ഫോറസ്റ്റ് ഉള്ളൂ. ആ വെട്ടാതെ കിടക്കണതാണ് ഫോറസ്റ്റ്. വെറുതെ നമ്മളെ പ്രോപ്പർട്ടി ഇത് അതിലെങ്ങനെ വരുന്നു. ഇവിടുന്ന് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മോനെ. വെള്ളച്ചാട്ടം ഒന്നും പറയാലോ. അമ്മാരി ക്ലൈമറ്റും എന്താ വെള്ളച്ചാട്ടത്തിനൊക്കെ വേറെ ലെവല്. ഇന്നലെ ആണെങ്കിൽ ആലോചിക്കാം, ഇന്നലെ 1-ാം തീയതിയാണ് നമ്മളിങ്ങോട്ട് വന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന്റെ ഫോഴ്സ് എന്തായിരിക്കും, എന്തായിരിക്കും അല്ലേ? വേറെ മൂടായിരിക്കും. ഞങ്ങൾക്ക് ത്രില്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, എങ്ങോട്ട് പോകാനും പറ്റില്ല. ഇവിടെ നിന്നാണ് പോകും, വേണം, ആന ഇറങ്ങും, തീരാണ്. എന്തായാലും പോയേ പറ്റുള്ളൂ. അത് നമ്മൾ എല്ലാം പോവാൻ നോക്കട്ടെ. മക്കളെ കോടിറങ്ങി നോക്കിയാണ് നിങ്ങൾ. എന്താ മൂട് നോക്കി, ഒന്നും പറയാലോ കേട്ടോ. എങ്ങനെയുണ്ട് പറമ്പിലൂടെ വെള്ളച്ചാട്ടം, ആനകൾ ഇങ്ങനെ നടക്കുക, വെള്ളച്ചാട്ടം. ഏതാ വൈബ്. ശരിക്കും റിട്ടയർമെന്റ് ലൈഫൊക്കെ ജീവിക്കണ്ടേ ഇവിടെ വയസ്സാം കാലത്ത്. ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് വന്ന് കൂടാൻ പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ നിങ്ങൾക്കൊക്കെ? എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? സെറ്റാക്കട്ടോ മൊത്തം. നോക്കിയാ ജി എന്താ അവിടെ നിന്ന് കാണേ. ഇതിൽ ആന ഇറങ്ങി വരുന്നൊരു സ്ഥലം കേട്ടോ. ഈ ഭാഗം ഫോറസ്റ്റും ആ ഭാഗം പ്രോപ്പർട്ടിയും. ഇതാണ് അതിര്. ഇതങ്ങനെ പോകും, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി. എന്താലേ നവാസ്, അവിടെ നമ്മൾ ചെറിയൊരു ബണ്ടൊക്കെ കെട്ടിയാണ് പണ്ട്. മുള്ളമ്പന്നിന്റെ മുള്ളു തകർക്കണം. വേണ്ട, കാട്ടിൽ നിന്ന് കിട്ടണൊക്കെ കാട്ടിൽ ഉപേക്ഷിക്കാം. നമുക്കൊന്നും വേണ്ട അതിൻ്റെ. ഇവിടെ ഇത്ര വെള്ളമാക്കും. അതായത് ഷോൾഡറിനെട്ടുള്ള വെള്ളം ഉണ്ടാവും ഇവിടെ. അവിടെ ഒരു 8-10 മണൽച്ചാക്കില്ലേ, ഇത് ഫുള്ള് മണലാണ്. അപ്പോൾ മണൽ അടിഞ്ഞിട്ടുള്ള ഈ മണലൊക്കെ ചാക്കിലാക്കിയിട്ട് അവിടെ കട്ടിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുടിക്കാം. ഈ ലെവലിൽ വെള്ളം ഉണ്ടാവും. ഇതേനി പണ്ടത്തെ നമ്മളെ സിസ്റ്റം കേട്ടോ. അത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് മക്കളെ? എവിടെ പോയാലും എന്താ അറിയില്ല, നമ്മൾ പോണ 2 സ്ഥലം ഉണ്ടല്ലോ, നമ്മക്കുള്ള 2 സ്ഥലം. അതിന് വെക്കാൻ വേറെ ഒന്നും കഴിയില്ല. നല്ല വോയിസല്ല വെള്ളം. ഇന്നലത്തെ വെള്ളത്തിന്റെ വോയിസ് ആലോചിക്കാം. അല്ല മഴ വീണ്ടും. ക്ലൈമറ്റ് ഒക്കെയാണ്, ഒന്നും കാണൂല കേട്ടോ. തേറ്റടിച്ച് പോകും വെളുക്കിട്ടേ. ഏജാതി ക്ലൈമറ്റ് ഒക്കെ നോക്കാം, ഒന്നും പറയല്ല. ഓ എന്താണിത്? അത്ര വെഹിക്കലോട് കൂടെ പോകണ്ട, മതിലെ പോവാം.
ഇത് ആരും കയറിപ്പോവാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. വീഡിയോ ഒന്നും കണ്ടിട്ട് അതേ പറഞ്ഞതാ. ഇതെല്ലാവർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റൂല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നോർമൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എല്ലാവർക്കും കയറുന്ന പ്രശ്നമൊന്നുമില്ല, മുതലാളിൻ്റെ സമ്മതം മതി. പക്ഷേ അത് പോരാ, ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതലാളിൻ്റെ സമ്മതം മാത്രം കിട്ടിയിട്ടില്ല, ഫോറസ്റ്റുകാർ സമ്മതിക്കണം. എന്താലേ ഓർമ്മകൾ തലോടും പോലെ. അയ്യോ കണ്ണ് കാണൂല കേട്ടോ, അജ്ജാതി കോടെ. എങ്ങനെ ഇവിടുന്ന് പോകാൻ തോന്നുന്നു പഠിച്ചോനെ. താഴെ വെള്ളച്ചാട്ടം. ഇതാണ് ക്ലൈമറ്റ്, ഇതാണ് മക്കളെ ക്ലൈമറ്റ്. ആന ഇറങ്ങിപ്പോയതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ ഇങ്ങോട്ട് നോക്കി. പിന്നെ അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. ഇത് നമ്മളെ പയറുമ്പള്ളിയുടെ അവസ്ഥയാണ്. ഫുള്ള് കോടിറങ്ങി ആകെ സീൻ. ഇവിടുന്ന് പോകാൻ തോന്നില്ല. നമ്മൾ ഈ പോണ നേരത്തെ നമ്മൾ ഈ രാത്രിയാകുമ്പോൾ ഭയങ്കര ക്ലൈമറ്റ് ആവും. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് മനുഷ്യനോടാണ് പോകാൻ കഴിയില്ല, ഒരാളോട് പോകാൻ കഴിയില്ല. നവാസാണെങ്കിൽ പോരാത്തതിന് ഗൾഫിൽ നിന്ന് വന്നാൽ ഓന അതിൻ്റെ ഫീല് വേറെ. അപ്പോൾ ഞങ്ങൾ പോട്ടെ, മനോവിഷമമായിട്ട് നല്ല പോണേന് ഉള്ളിൽ സങ്കടം കൊടുത്ത് എന്നാലും പോയാലും പറ്റുള്ളൂ. എന്തായാലും പോകണം. വീട്ടിൽ പറഞ്ഞിട്ടില്ല, പോകാൻ തന്നെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ചാടിക്കാൻ ഇറങ്ങിയാണ്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വരട്ടോ. സർവ്വകുന്നിലൊക്കെ പോയിട്ട് നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാകണമെന്നൊന്നുമില്ല, വെള്ളോലി വെച്ചിട്ട് നമ്മൾ പോകും. കാരണം സ്ഥിരമായിട്ട് ഉണ്ടാകണമെന്നൊന്നും കിട്ടില്ല. എല്ലാവരും ഓരോരോ ജോബായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വരുമാനമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊഴിലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിലൊക്കെയാണ് നമ്മളുണ്ട്. പിന്നെ കുറച്ച് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇല്ലോലി വെച്ച് നമ്മൾ